പ്രിയമുള്ളവരെ, ഇന്ന് യുവജനങ്ങളെ ത്രസിപ്പിച്ചിരിക്കുന്ന മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെ ജനകീയ മുന്നേറ്റമെന്ന ആശയവുമായാണ് നിറവരങ്ങ് 2025 ഇവിടെ അരങ്ങുണരുന്നത്. ജില്ലയിലെ വിവിധ കലാസമിതികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വായനശാലകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന മയക്കുമരുന്ന് ലഹരി മുക്ത നാടിനായുള്ള ഈ നാടകോത്സവത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കലയും കായികവും അധ്വാനവുമാകട്ടെ നമ്മുടെ ലഹരി. ഒന്നിച്ചു നിൽക്കുമ്പോൾ നന്മയും പ്രകാശവും പരത്താൻ സാധിക്കുമെന്ന ഉറപ്പോടെ നാടകോത്സവത്തിന്റെ ആദ്യ ദിനത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സദസ്സിന് സുസ്വാഗതം. ആദ്യമായി കുടുംബഗീതം. ആസുരകാലമൊടുങ്ങട്ടെ, ആർദ്രതയുള്ളിലുദിക്കട്ടെ, അറിവിൻ ദീപ സഹസ്രങ്ങൾ ചേർന്നിരുളിൻ കോട്ട തകർക്കട്ടെ, കരുണക്കാലടി പതിയും വഴിയിൽ കെടാവിളക്കുകൾ തെളിയട്ടെ, കെടാവിളക്കുകൾ തെളിയട്ടെ. ആർദ്രതയുള്ളിലുദിക്കട്ടെ, അറിവിൻ ദീപ സഹസ്രങ്ങൾ ചേർന്നിരുളിൻ കോട്ട തകർക്കട്ടെ, നന്മ നിറഞ്ഞ കരങ്ങളിൽ നമ്മുടെ കർമ്മക്കതിരൊളി വിരിയുമ്പോൾ സുഹൃത വിവാദ സുഗന്ധം വീശും ഹരിത മനോഹരമീ നാട്. ഈ നല്ല സേവനയോധീര സ്വപ്നങ്ങൾ പൂവിടും നമ്മൾ പുണ്യഭൂവിൽ. ആസുരകാലമൊടുങ്ങട്ടെ, ആർദ്രതയുള്ളിലുദിക്കട്ടെ, അറിവിൻ ദീപ സഹസ്രങ്ങൾ ചേർന്നിരുളിൻ കോട്ട തകർക്കട്ടെ, നടന്ന വഴികളിൽ മാനവ സ്നേഹം കുടന്ന മലരുകൾ വിരിയട്ടെ, വരണ്ട മണ്ണിന് ദാഹമകറ്റ കുടിനീരൊഴുകട്ടെ, കുടിനീരൊഴുകട്ടെ, അക്ഷരമുദ്ര ഗീതമുണർത്താൻ സ്വർഗ വിഭജിക പാടട്ടെ, അനന്ത സൗഹൃദ ബന്ധത്താലും കുടുംബമായി നാം വാഴട്ടെ, ഒരു കുടുംബമായി നാം വാഴട്ടെ. ആസുരകാലമൊടുങ്ങട്ടെ, ആർദ്രതയുള്ളിലുദിക്കട്ടെ, അറിവിൻ ദീപ സഹസ്രങ്ങൾ ചേർന്നിരുളിൻ കോട്ട തകർക്കട്ടെ, കരുണക്കാലടി പതിയും വഴിയിൽ കെടാവിളക്കുകൾ തെളിയട്ടെ, കെടാവിളക്കുകൾ തെളിയട്ടെ, കെടാവിളക്കുകൾ തെളിയട്ടെ. ആർദ്രതയുള്ളിലുദിച്ച് അറിവിന്റെ വെളിച്ചം ഇരുട്ടിന്റെ കോട്ട തകർക്കുക തന്നെ ചെയ്യണം. സുഹൃതത്തിന്റെ സുഗന്ധം വീശുന്ന ഹരിത മനോഹരമായ നാടിനായിതാ നാം കൈകോർക്കുന്നു. ഇനിയുള്ള ദിനങ്ങൾ നമ്മുടെ ലഹരി കലയാകട്ടെ, സ്നേഹമാകട്ടെ, കായികവും അധ്വാനവുമാകട്ടെ. കൂട്ടായ പ്രയത്നം കൊണ്ടും ആശയങ്ങളുടെ ആവിഷ്കാര ശൈലി കൊണ്ടും പ്രകൃതിയോടുള്ള ചങ്ങാത്തം കൊണ്ടും കർമ്മനിരതമായി നിറവ് എന്ന പേരിൽ 101 വീട്ടുകാർ ചേർന്ന് ഒരു റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചപ്പോൾ സ്ഥാപക സെക്രട്ടറി ശ്രീ പി രാമനാഥൻ ആയിരുന്നു. ഇന്ന് 19 വർഷങ്ങൾക്ക് ശേഷവും നിറവരങ്ങ് 2025 അരങ്ങേറുമ്പോൾ നിറവ് വേങ്ങേരിയുടെ അമരക്കാരിലൊരാളായും നിറവരങ്ങ് 2025 ഫിനാൻസ് കമ്മിറ്റി ചെയർമാനുമായ നമുക്കേവർക്കും സുപരിചിതനായ രാമനാഥേട്ടനെ സ്വാഗതം അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നാടകം 7 മണിക്കായിരുന്നു നമ്മൾ ആരംഭിക്കേണ്ടത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാറെ ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയും നിറവ് വേങ്ങേരിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, എപ്പോഴും നമ്മുടെ പരിപാടിക്ക് ഓടിയെത്തുന്ന കൃത്യ സമയത്ത് തന്നെ നേരത്തെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എല്ലാമായ
ഈ വാർഡിന്റെ കൗൺസിലറും നിറവിന്റെ ഒരു അഭ്യുദയകാംക്ഷിയുമായി പ്രവർത്തിക്കുന്ന ശ്രീ ഒ സദാശിവനാണ്. അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ PM കരുണാകരൻ ഞങ്ങളെല്ലാം ഈ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി മന്ത്രിയെയും MLAയും കൗൺസിലറെയും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ചാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങളോടൊപ്പം ഓടി നടക്കുന്ന, ഇന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പല വിഷയങ്ങളുണ്ടെങ്കിലും ഈ പരിപാടിക്ക് കൃത്യസമയത്ത് എത്തി എന്ന് ഞങ്ങളെ നയിക്കുന്ന ശ്രീ PM കരുണാകരനെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ P വിനയൻ ആമുഖത്തിന്റെ ആവശ്യമില്ല. ഇന്നിവിടെ തലയുയർത്തി നിൽക്കുന്ന നേതാജി വായനശാലയുടെ പ്രധാന പ്രവർത്തകരും സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനൂപ് അർജുൻ സൃഷ്ടി റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയും ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻസ് കോർഡിനേഷന്റെ ട്രഷററുമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബാമിനി BP ഒരു വ്യാഴവട്ടക്കാലം കേരളത്തിലെ ഗസ്റ്റഡ് ഓഫീസർമാരുടെ സംഘടനാ നേതാവും അതിനുശേഷം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന സ്ത്രീ ശക്തി എന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഭാരവാഹി കൂടിയായ ശ്രീ ബാമിനി ചേച്ചിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. മാർഗനിർദ്ദേശിയുമായിരുന്ന 10ാം വാർഡ് കൗൺസിലർ ശ്രീ O സദാശിവൻ സാറാണ് നിറവരങ്ങ് 2025 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ PM കരുണാകരൻ, വിനയൻ, അനൂപ് അർജുൻ, ശ്രീമതി ബാമിനി, പ്രേംകുമാർ തുടങ്ങിയവരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, നിറവരങ്ങ് 2025 നിറവ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഈ വർഷത്തെ പരിപാടികൾ, വാർഷിക പരിപാടികൾ, മയക്കുമരുന്ന് ലഹരിക്കെതിരായുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ നമ്മുടെ നാട്ടിലാകമാനം നടക്കുന്ന ഒരു കാലയളവിലാണ് ഇങ്ങനെ ഒരു മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മയക്കുമരുന്നിനെതിരായുള്ള ആശയം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇങ്ങനെ 3 ദിവസങ്ങളിലായി നാടകോത്സവം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന വലിയൊരു വിപത്തായി മയക്കുമരുന്ന് എന്നതോട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവപ്പെട്ടു വരികയാണ്. സാധാരണ കുടുംബ ജീവിതത്തിൽ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി മാറുന്ന മയക്കുമരുന്ന് കുടുംബജീവിതത്തെ താറുമാറാക്കുന്നതിലപ്പുറം കേരളീയ സാമൂഹ്യ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന നിലയിലേക്കുള്ള ക്രമസമാധാന പ്രശ്നങ്ങളായിട്ട് വരികയാണ്. കാലഘട്ടത്തിന്റെ അനുയോജ്യത കണക്കിലെടുത്തു എന്നുള്ളത് പ്രത്യേകമായി ഞാൻ പറയട്ടെ. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കലയെ ലഹരിയാക്കുവാനായി നമ്മൾ ഒരുക്കുന്ന ഈ നാടകോത്സവം നിറവരങ്ങ് 2025 ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ സർ അവർകളാണ് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി അദ്ദേഹത്തെയും വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നു. ലഹരിക്കെതിരെയുള്ള നാടകോത്സവത്തിന് ഈ വേദിയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ്. നമ്മളോട് സംസാരിക്കുവാനായി ബഹുമാന്യനായ മിനിസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സാമൂഹ്യ കലാമേഖലകളിൽ സാന്നിധ്യമായി പ്രവർത്തിച്ച നിറവ് റെസിഡൻസ് അസോസിയേഷൻ ഈ വർഷം
ഒരു പുതിയ ആശയം ജനങ്ങളുടെ മുമ്പിൽ ശക്തമായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നിറവരങ്ങ് 2025 എന്ന പേരിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഒരാശയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് ദൃശ്യ മാധ്യമം. ആ ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ടെലിവിഷൻ ചാനലുകളല്ല, ദൃശ്യാവിഷ്കരണം എന്നാണ്. ദൃശ്യാവിഷ്കരണം നാം അനുഭവിച്ചു പോരുന്നത് സിനിമയിലൂടെയും നാടകത്തിലൂടെയുമാണ്. വേണമെങ്കിൽ സംഗീതത്തിലൂടെയും എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയും. ഇത് മനുഷ്യഹൃദയങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ആശയവിനിമയ സംവിധാനമാണ്. അതുകൊണ്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന അപക്വമായ, തികച്ചും തെറ്റായ വിധത്തിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിനും പ്രകോപിതരാക്കുന്നതിനും നടത്തുന്ന ചാനൽ പ്രശ്നങ്ങളല്ല നാം ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ദൃശ്യ സംവിധാനം. അവർ ശാന്തിയുടെ സന്ദേശമല്ല പ്രചരിപ്പിക്കാറ്. എന്നാൽ അടുത്ത കാലത്തായി പ്രകടമായ മാറ്റം ചില മേഖലകളിൽ വന്നിട്ടുണ്ട്. ആ മാറ്റം നമ്മുടെ പൊതുസമൂഹം ഇപ്പോൾ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അധ്യക്ഷൻ്റെ ഭാഷയിൽ മനുഷ്യജീവിതത്തിന് അസഹനീയവും അനുകരണീയമല്ലാത്തതുമായ പ്രവണതകൾക്കെതിരെയാണ് അത് ഉയർന്നു വന്നിട്ടുള്ളത്. അത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ചെയർമാൻ ശ്രീ PP രാമനാഥൻ, വേദിയിലുള്ള ശ്രീ വിനയൻ, ശ്രീ അനൂപ് അർജുൻ, ശ്രീമതി ഭാവിനി, ശ്രീ പ്രേംകുമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിറവരങ്ങ് 2025 ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ പങ്കാളികളാവാനുള്ള ഒരു ശ്രമം. എങ്ങനെയാണോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക, ആ നിലയിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ 3 ദിവസം നീണ്ടു നിൽക്കുന്നത്. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ നമുക്കൊക്കെ അറിയാം. കാരണം പക്ഷേ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് എത്താവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷെ വലിയ തോതിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കിപ്പം മാധ്യമങ്ങളിലൂടെ നമുക്കിപ്പോൾ എല്ലാം ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാലമാണ്. ഇപ്പം മന്ത്രി സൂചിപ്പിക്കേണ്ടായി എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായിട്ട്. ഇന്ന് അടിയന്തര ക്യാബിനറ്റ് കൂടിക്കൊണ്ട് മറ്റ് പൊതുപരിപാടികൾ മൊത്തം നിർത്തിവെക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇത് നമുക്ക് വളരെ ഗൗരവമേറിയ, നിറവിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വേങ്ങേരിക്കാർക്ക് അല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന നിലയിൽ ഏറ്റവും സുദീർഘമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വിവിധ മേഖലകളിൽ ഒരിക്കലും മറ്റാർക്കും തോന്നാത്ത പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് യഥാർത്ഥം. അതിൻ്റെ റെസിഡൻ്റ് അസോസിയേഷനാണ് ഇപ്പോൾ ഇവിടെ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. കാലിക പ്രസക്തമായിട്ടുള്ള, ഇപ്പം മന്ത്രിയും അധ്യക്ഷനും ഒക്കെ ഇവിടെ സൂചിപ്പിച്ച മാതിരി
ഏറ്റവും മാനവരാശി മൊത്തത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. വളർന്നു വരുന്ന തലമുറയെ ആകെ നശിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്ക് എന്ത് വില കൊടുത്തും ഇത് തടയേണ്ടതല്ല. ഇന്നലെ വലിയ പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്പോർട്സ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു ജാഥ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം, പക്ഷേ അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെ ഇരുന്ന് കോഴിക്കോട് അതിൻ്റെ സമാപനം. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് ലഹരി കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികളെ, കാരണം എല്ലാ സ്പോർട്സ് ഉപകരണങ്ങളും എല്ലാ ഇതേപോലെയുള്ള ക്ലബ്ബുകളോ സ്പോർട്സ് ക്ലബ്ബുകളോ ആർട്സ് ക്ലബ്ബുകളോ ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും നൽകിക്കൊണ്ട് ഇതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് കുറച്ച് പോലീസുകാരോ കുറച്ച് എക്സൈസുകാരോ മാത്രം വിചാരിച്ചാലൊന്നും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അത്രയും വലിയ വിപത്താണ് മാനവരാശി മൊത്തത്തിൽ നേരിടുന്നത്. ഇവിടെ മാത്രമല്ല, അത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നു. എല്ലാം കൊണ്ടും നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ പോലും നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന ലഹരിയുടെ വസ്തുക്കളുടെ അളവ് എത്രയാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും തമാശ, ഇപ്പം ആൺകുട്ടികൾ മാത്രമല്ല, യുവാക്കളല്ല, യുവതികളും വലിയ തോതിൽ വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നമുക്ക് എന്ത് വില കൊടുത്തും തടയേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ